Today our topic is image quality indicator or penetrometer. The quality of the radiographic techniques is established by comparison with the image quality indicators. നമുക്കറിയാം ഒരു റേഡിയോഗ്രാഫിൻ്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യാമറ യൂസ് ചെയ്ത് ഒരു ഇമേജ് എടുക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് കറക്റ്റ് ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമാണ് ആ ഇമേജ് നമുക്ക് ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അത് ബ്ലറായി പോകും എന്ന് പറയുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു റേഡിയേഷൻ സോഴ്സ് യൂസ് ചെയ്യുന്നു, സ്പെസിമെൻ യൂസ് ചെയ്യുന്നു, ഒരു ഫിലിം യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ സോഴ്സും സ്പെസിമെനും തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ സോഴ്സും ഫിലിമും തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ സ്പെസിമെനും ഫിലിമും തമ്മിലുള്ള ദൂരമൊക്കെ ഈ ക്വാളിറ്റി ഓഫ് ദ റേഡിയോഗ്രാഫ് നമുക്ക് കിട്ടുന്ന ആ ഇമേജിൻ്റെ ക്വാളിറ്റിയെ ആശ്രയിക്കുന്ന ഘടകങ്ങളാണ്. സോ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു റേഡിയോഗ്രാഫ് കിട്ടണമെങ്കിൽ ഈ ജിയോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കറക്റ്റ് ആയിരിക്കുമോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ റേഡിയോഗ്രാഫി ടെസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഓർ പെനട്രാമീറ്റേഴ്സ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റാണ് വയർ ടൈപ്പ്. അപ്പോൾ വയർ ടൈപ്പിൽ ഈ രീതിയിൽ പല പല ഡയമീറ്ററുള്ള വയറുകളുണ്ടാകും. ഓക്കെ, സ്റ്റീൽ വയേഴ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ റേഡിയോഗ്രാഫി ടെസ്റ്റിങ്ങിൽ നമ്മൾ ഈ ഒരു വയറിലൂടെ സ്പെസിമെൻ ഇതാണ് നമ്മുടെ സ്പെസിമെൻ എന്ന് കരുതുക. ഈ സ്പെസിമെൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സോഴ്സിൽ നിന്ന് റേഡിയേഷൻസ് വിടുന്നു. ദെൻ നമുക്കത് ഫിലിമിൽ ഇതിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് നമ്മുടെ റേഡിയോഗ്രാഫി ഫിലിമിൽ കിട്ടുക. ആ ഇമേജ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്നത് ബേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു വയർ ടൈപ്പ് പെനട്രാമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, വയർ ടൈപ്പ് wires of various diameters placed parallelly at equal distance. These type penetrometers must be placed on the source side of the object being radiographed. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ റേഡിയോഗ്രാഫിൻ്റെ ക്വാളിറ്റി അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പെനട്രോമീറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഉള്ള പാരലായിട്ടുള്ള സ്റ്റീൽ വയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും റേഡിയോഗ്രാഫിക് ഫിലിമിൽ കിട്ടുക. അപ്പോൾ ആ ഇമേജ് എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാണ്, അതിൻ്റെ ഡയമീറ്റർ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, സ്പേസിങ് കറക്റ്റാണോ, ഇമേജ് ബ്ലറാണോ എന്നതിൻ്റെ ബേസിൽ നമുക്ക് നമ്മുടെ റേഡിയോഗ്രാഫിൻ്റെ ക്വാളിറ്റി എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിനാണ് പെനട്രാമീറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതിലൊരു ടൈപ്പ് പെനട്രാമീറ്ററാണ് ഈ വയർ ടൈപ്പ് പെനട്രാമീറ്റർ. ദെൻ അടുത്താണ് പ്ലേക്ക് ടൈപ്പ് പെനട്രാമീറ്റർ. ഈ പ്ലേക്ക് ടൈപ്പ് പെനട്രാമീറ്റർ ഈ കാണുന്ന രീതിയിൽ ഡിഫറെൻറ്റ് ഡയമീറ്ററുള്ള ഹോൾസ് ഉള്ള ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉള്ള ഒന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇമേജ് എത്ര കറക്റ്റായിട്ട് നമുക്ക് റേഡിയോഗ്രാഫിയിൽ കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ റേഡിയോഗ്രാഫി ടെസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി. The penetrometer has 3 holes drilled on a strip having thickness of usually 20% of the specimen. The outline of the penetrometer and the image of the holes on the finished radiograph establish the quality level. അപ്പോൾ ഈ കാണുന്ന പെനട്രാമീറ്റർ അതിൻ്റെ ഔട്ട്ലൈനുകൾ, അതുപോലെ തന്നെ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഹോളിൻ്റെ ബൗണ്ടറീസ് എല്ലാം എത്രത്തോളം കറക്റ്റായിട്ട് ക്ലാരിറ്റിയോടെ കാണാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് എത്ര ക്വാളിറ്റി ഉള്ളതാണ് എന്ന്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇമേജ് നമുക്ക് റേഡിയോഗ്രാഫി ഫിലിമിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ എക്യുപ്മെൻറ്റ് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വേറൊരു സ്പെസിമെൻ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, penetrometers have sharp edges and holes are precisely machined. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫിലിം പ്രോസസ്സിങ്. അപ്പോൾ നമ്മൾ ഇത്രയും ലെക്ചേഴ്സിൽ നമ്മൾ റേഡിയോഗ്രാഫി ഫിലിം ആ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതെങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഫിലിമിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്ത് ആ ഫിലിമിനകത്തുള്ള ആ ഹിഡൻ ഇമേജിനെ എങ്ങനെ വിസിബിൾ എന്ന രീതിയിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ കാണാൻ പോവുക.
Okay, when film is exposed to light or radioactive rays, an invisible image called latent image is formed in the emulsion layer. നമുക്കറിയാം ഇവിടെ ഒരു പോളിസ്റ്റർ ബേസിൻ്റെ മുകളിൽ നമ്മളൊരു എമൽഷൻ ലെയർ കോട്ട് ചെയ്യുന്നു. ഈ എമൽഷനാണ് നമ്മുടെ ഇമേജ് ഉണ്ടാകുന്നതിന് കാരണക്കാരൻ. അപ്പോൾ നമ്മൾ റേഡിയേഷൻ നമ്മുടെ സ്പെസിമെനിലൂടെ കടന്നുപോയി ഈ എമൽഷനിൽ പതിക്കുമ്പോൾ ആ എമൽഷനകത്തൊരു ഇമേജ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്കത് കാണാൻ സാധിക്കില്ല. ആഫ്റ്റർ പ്രോസസ്സിങ് ആയിരിക്കും നമുക്ക് ആ ഇമേജ് കാണാൻ സാധിക്കുക. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ ലേറ്റൻറ്റ് ഇമേജ് ടു എ വിസിബിൾ ഇമേജ് ഈസ് കോൾഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ഹിഡൻ ആയി കിടക്കുന്ന ആ ഇമേജിനെ നമ്മൾ പ്രോസസ്സിങ്ങിലൂടെ കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്ന ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഡെവലപ്മെൻറ്റ്, ഫിലിം ഡെവലപ്മെൻറ്റ്. ആൻഡ് എ ഡെവലപ്പർ സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ്. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡെവലപ്പർ സൊല്യൂഷൻ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന പ്രോസസ്സ് ചെയ്യുന്നു. ഇനി വേരിയസ് സ്റ്റേജസ് ആണ്. വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എ റേഡിയോഗ്രാഫിക് ഫിലിം. അതിൽ ഫസ്റ്റാണ് ഡെവലപ്പിംഗ് വിത്ത് ദ യൂസ് ഓഫ് എ ഡെവലപ്പർ. ദെൻ സെക്കൻഡ് വൺ സ്റ്റോപ്പ് ബാത്ത്. തേർഡ് വൺ ഫിക്സിങ്. ദെൻ ക്വിക്ക് വാഷിംഗ്. ദെൻ ലാസ്റ്റ് വൺ വെറ്റിംഗ്. അപ്പോൾ ഇത്രയും മെത്തേഡാണ് നമ്മുടെ ഫിലിം പ്രോസസ്സിലുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡെവലപ്പർ യൂസ് ചെയ്ത് ഡെവലപ്പിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് ആദ്യം. ദെൻ നമ്മൾ സ്റ്റോപ്പ് ബാത്ത്, ഫിക്സിങ്, ക്വിക്ക് വാഷിങ്, വെറ്റിങ്. നമുക്ക് നോക്കാം. ആദ്യം ഡെവലപ്പിംഗ്. ദ ഡെവലപ്പിംഗ് ഏജൻറ്റ് ഗിവ്സ് അപ്പ് ഇലക്ട്രോൺസ് ടു കൺവേർട്ട് ദ സിൽവർ ഹാലൈഡ് ഗ്രെയിൻസ് ടു മെറ്റാലിക് സിൽവർ. അപ്പോൾ നമ്മൾ പറഞ്ഞു റേഡിയേഷൻ അടിക്കുന്ന ആ പോർഷനിലുള്ള അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള സിൽവർ ഹാലൈഡ്, ആ സിൽവർ ഹാലൈഡിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അത് മെറ്റാലിക് സിൽവറായി മാറുന്നു. അപ്പോൾ ആ മെറ്റാലിക് സിൽവർ അയോൺസുകളാണ് റേഡിയേഷൻ പതിക്കുന്ന ആ പോർഷനിലെ സിൽവർ ഹാലൈഡുകൾ സിൽവർ അയൺസായി മാറും. ഓക്കെ, ആ സിൽവർ അയൺസിനെ ഈ ഡെവലപ്പർ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ കൊടുത്തുകൊണ്ട് മെറ്റാലിക് സിൽവർ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. ഗ്രെയിൻസ് ദാറ്റ് ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ദ റേഡിയേഷൻ ഡെവലപ്പ് മോർ റാപ്പിഡ്ലി ബട്ട് ഗിവൺ ഇനഫ് ടൈം. The developer will convert all the silver ions into silver metal. അപ്പോൾ നമ്മൾ സിൽവർ ഹാലൈഡ് എമൽഷൻ ഉണ്ട്. ആ സിൽവർ ഹാലൈഡ് എമൽഷനിൽ എവിടെയൊക്കെയാണോ റേഡിയേഷൻ വന്ന് വീഴുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രെയിനുകളിലാണ് റേഡിയേഷൻ വന്ന് വീഴുന്നത്, അവിടെ ഉള്ള സിൽവർ ഹാലൈഡുകൾ സിൽവർ അയോൺസായി മാറുന്നു. അപ്പോൾ ഈ ഡെവലപ്പർ എന്താ ചെയ്യുന്നത്? ആ ഡെവലപ്പർ ഈ സിൽവർ അയോൺസിന് ഒരു ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് മെറ്റാലിക് സിൽവർ ആക്കി മാറ്റുന്നു. അതാണ് ഡെവലപ്പർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രോപ്പർ ടെമ്പറേച്ചർ കൺട്രോൾ ഈസ് നീഡഡ് ടു കൺവേർട്ട് എക്സ്പോസ്ഡ് ഗ്രെയിൻസ് ടു പ്യുവർ സിൽവർ. അപ്പോൾ പ്രോപ്പർ ടെമ്പറേച്ചർ ആവശ്യമാണ് ഈ സിൽവർ അയോൺസിനെ എല്ലാം മെറ്റാലിക് സിൽവർ ആക്കി കൺവേർട്ട് ആക്കാൻ. ഇനി എക്സ്പോസ്ഡ് അല്ല, റേഡിയേഷന് എക്സ്പോസ്ഡ് ആകാത്ത സിൽവർ ഹാലൈഡ് ഗ്രെയിൻസും ഉണ്ടാകും. അതുപോലെ തന്നെ ആ എമൽഷനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫിലിമിനകത്തും ഉണ്ടാകും. ദെൻ അടുത്ത പ്രോസസ്സാണ് സ്റ്റോപ്പ് ബാത്ത്. അവിടെ എന്ത് ചെയ്യുന്നു? ദ സ്റ്റോപ്പ് ബാത്ത് സിംപ്ലി സ്റ്റോപ്സ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് ബൈ ഡൈല്യൂട്ടിങ് ആൻഡ് വാഷിംഗ് ദ ഡെവലപ്പർ എവേ വിത്ത് വാട്ടർ. അപ്പോൾ സ്റ്റോപ്പ് ബാത്തിൽ നമ്മൾ ആഡ് ചെയ്ത ആ ഡെവലപ്പറിനെ ജസ്റ്റ് റിമൂവ് ചെയ്ത് ആ ഡെവലപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. അതായത് ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാലിക് സിൽവർ ആക്കുന്ന പ്രോസസ്സാണ്. എവിടെയൊക്കെ റേഡിയേഷൻ അടിച്ച സിൽവർ ഹാലൈഡ് ഉണ്ടോ അത് സിൽവർ അയൺസ് ആക്കി മാറ്റി ആ സിൽവർ അയൺസിനെ മെറ്റാലിക് സിൽവർ ആക്കി മാറ്റുന്ന ജോലിയാണ് ഡെവലപ്പർ. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ബാത്ത് യൂസ് ചെയ്യുക. ദെൻ ഫിക്സിങ്. ഇനി ഫിക്സിങ്ങിൽ എന്ത് ചെയ്യുന്നു? അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ്സ്, ഇപ്പോഴും അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ ഹാലൈഡ്സുകൾ ആ ഫിലിമിനകത്തുണ്ട്. ആ അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫിക്സിംഗ് പ്രോസസ്സ്. അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ആർ റിമൂവ്ഡ് ബൈ ദ ഫിക്സിംഗ് ബാത്ത്. ദ ഫിക്സർ ഡിസോൾവ്സ് ഓൺലി സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ലീവിങ് ദ സിൽവർ മെറ്റൽ ബിഹൈൻഡ്. അപ്പോൾ ഫിക്സിങ്ങിൽ എന്ത് സംഭവിക്കുന്നു?
ഈ റേഡിയേഷൻ അടിക്കാത്ത അല്ലെങ്കിൽ റേഡിയേഷൻ വന്ന് വീഴാത്ത സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതിനെല്ലാം റിമൂവ് ചെയ്ത് കളയുന്നു. പിന്നെ ആരാണ് ആ ഫിലിമിൽ മിച്ചമുള്ളത്? പിന്നെ മിച്ചമുള്ള പോർഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലെ മെറ്റാലിക് സിൽവർ മാത്രമാണ് ഇനി ആ ഫിലിമിൽ ശേഷിക്കുന്നുള്ളൂ. Then quick washing. The film is washed with water to remove all the processing chemicals. അപ്പോൾ ആ ഫിലിമിൽ എന്തെല്ലാം കെമിക്കൽസ് ഉണ്ടോ അതിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നു. The film removed from the fixing bath retains not only the fixer ingredients but other compounds which were found in dissolved in the silver halides. ഓക്കെ, അങ്ങനെ നമ്മൾ ക്വിക്ക് വാഷ് ചെയ്തുകൊണ്ട് സിൽവർ ഹാലൈഡ്സ് കളഞ്ഞു. ഇപ്പോൾ മെറ്റാലിക് സിൽവർ മാത്രം നമ്മുടെ ആ ഒരു ഫിലിമിൽ റീറ്റെയിൻ ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വെറ്റിംഗ് ഓർ ഡ്രൈയിങ്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തു, ദെൻ അതിനുശേഷം നമ്മളത് ഡ്രൈ ചെയ്യുന്നു. ആഫ്റ്റർ വാഷിംഗ് വാട്ടർ അഡ്ഹേഴ്സ് ടു ദ ഫിലിം ഇൻ സ്റ്റിക്സ് ആൻഡ് ഡ്രോപ്സ്. അപ്പം ഡ്രോപ്ലെറ്റ് ആയിട്ട് വാട്ടർ ആ ഫിലിമിന് പറ്റി പിടിച്ചിരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ ഡ്രൈ ചെയ്യുന്നു. ദെൻ to reduce drying time and prevent water marks, wetting agent is used. In case നമുക്ക് ഡ്രൈയിങ് പർപ്പസിന് വേണ്ടി വെറ്റിംഗ് ഏജൻറ്റുകൾ യൂസ് ചെയ്യാം. ആഫ്റ്റർ വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ദ ഫില്ലിംഗ് പ്രോസസ് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾ ഡ്രൈ ചെയ്തു, ദെൻ നമ്മുടെ ഫിലിം പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും അടങ്ങുന്നതാണ് ഒരു റേഡിയോഗ്രാഫി ഫിലിം ടെസ്റ്റിങ്ങിലെ ഫിലിം പ്രോസസ്സിങ്. അപ്പോൾ ആദ്യം ഒന്നുകൂടെ പറയുന്നു, നമുക്ക് ആദ്യം ഡെവലപ്പിംഗ് ഉണ്ട്, ദെൻ സ്റ്റോപ്പ് ബാത്ത് ഉണ്ട്, ഫിക്സിംഗ് ഉണ്ട്, ക്വിക്ക് വാഷിംഗ് ഉണ്ട്, വെറ്റിംഗ് ഉണ്ട്. അപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ ഹാലൈഡുകൾ സിൽവർ അയോൺസായി മാറുന്നു. ആ സിൽവർ അയോൺസിനെ മെറ്റാലിക് സിൽവർ ആക്കി മാറ്റുന്ന ഡ്യൂട്ടിയാണ് ഡെവലപ്പർ ചെയ്യുക. അതാണ് ഡെവലപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേജ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം, ഡെവലപ്പിംഗ് കഴിഞ്ഞു, ദെൻ നമ്മൾ സ്റ്റോപ്പ് ബാത്ത് ചെയ്യുന്നു. സ്റ്റോപ്പ് ബാത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം സിംപ്ലി വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പറിനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഡെവലപ്പിംഗ് ആക്ഷൻ ഇനി നടക്കുന്നില്ല. ദെൻ ഫിക്സിങ്ങിൽ ചെയ്യുന്ന കാര്യം അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ ഹാലൈഡ്സിനെ റിമൂവ് ചെയ്ത് കളയുന്നു. ദെൻ ലാസ്റ്റ് വാഷ് ചെയ്യുന്നു, എല്ലാ കെമിക്കൽസിനെയും വാഷ് ചെയ്ത് കളയുന്നു. ദെൻ അതിനുശേഷം ഡ്രൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് നമ്മുടെ റേഡിയോഗ്രാഫി ഫിലിമിൽ മെറ്റാലിക് സിൽവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മെറ്റാലിക് സിൽവർ ഉള്ള പോർഷൻസിലാണ് ബ്ലാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സിൽവർ ഹാലൈഡ്സ് റിമൂവ് ആക്കപ്പെട്ട ക്രിസ്റ്റൽസ് റിമൂവ് ആക്കപ്പെട്ട പോർഷൻസ് ഒരു ബ്രൈറ്റ് എന്ന രീതിയിൽ നമുക്ക് ഫിലിമിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ആണ് റേഡിയോഗ്രാഫി ഫിലിമിൽ നമുക്കൊരു ഇമേജ് ഡെവലപ്പ് ചെയ്ത് കിട്ടുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റേഡിയോഗ്രാഫ്സ് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.